എന്നാൽ ആ ദിവസമായപ്പോ, ദിവസവും സമയവും സ്ഥലവും നിർണയിച്ച് ആ സന്ദർഭമായപ്പോ ക്രൈസ്തവ പാതിരിമാരുടെ കൂട്ടത്തിൽ നിന്ന് ക്രൈസ്തവ പുരോഹിതന്മാരുടെ കൂട്ടത്തിലെ മുതിർന്ന ആളുകൾ അവിടെയുള്ള കുട്ടികളായ ആളുകളോട്, ചെറിയ പാതിരിമാരോട് പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ല പ്രവാചകനാണ്, വഹിയുള്ള ദൈവദൂതന്. ആ ദൈവദൂതനുമായി നിങ്ങൾ മുബാഹലക്ക് വേണ്ടി, ശാപപ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയാൽ, അങ്ങനെ വഹിയുള്ള ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിനെതിരെ ശാപപ്രാർത്ഥന നടത്തിയാൽ പിന്നീട് ആ സമൂഹത്തിന് പിന്നെ ഈ ഭൂമിയിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുബാഹലക്ക് വേണ്ടി പോകരുത് എന്ന് പറഞ്ഞ് അവരിൽ വിവരമുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകളെ തടയുകയുണ്ടായി. റസൂലുള്ളാഹിയും സ്വഹാബത്തും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പേരക്കുട്ടിയെയും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടക്കം കൂട്ടി മുബാഹലയുടെ സ്ഥലത്തേക്ക് നിർണയിച്ച സമയത്തെത്തിയപ്പോ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് ക്രൈസ്തവ പുരോഹിതന്മാർ അവിടെ നിന്ന് പിന്മാറി. അഥവാ ആ മുബാഹല അന്ന് നടന്നില്ല എന്നർത്ഥം. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് റസൂലുള്ളാഹിയുടെ കാലം കഴിഞ്ഞ് ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ പിന്നീട് മുബാഹല നടക്കുന്നത് 1989 മെയ് മാസം മലപ്പുറം ജില്ലയിലെ കൊടിയത്തൂരിലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന് നേരെ ഘടകവിരുദ്ധമായി മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി കള്ളപ്രവാചകത്വം വാദിച്ച് സമൂഹത്തിൽ കടന്നു വന്ന സന്ദർഭത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിമ പ്രവാചകനല്ലെന്നും മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനിയാണ് അന്തിമ ദൂതനെന്നും അവർ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും മുസ്ലിം സമൂഹത്തിനെതിരെ ശക്തമായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തപ്പോ അവർ മുസ്ലിം ഉമ്മത്തിനെ വെല്ലുവിളിച്ച സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്ത്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മതസംഘടന ഭേദമന്യേ ആ വെല്ലുവിളി ഏറ്റെടുത്തു. സംഘടനാ ഭേദമന്യേ മുസ്ലിം ഉമ്മത്ത് മുഴുവനും ഒരു പ്രത്യേക സംവിധാനത്തിന് കീഴിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്ത് ദിവസവും സമയവും സ്ഥലവും നിർണയിച്ച് പബ്ലിക്കായി പൊതു പ്ലാറ്റ്ഫോമിൽ, ഇന്നും സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമുക്ക് ലഭ്യമാണ്. പൊതു പ്ലാറ്റ്ഫോമിൽ കൊടിയത്തൂരിന്റെ മണ്ണിൽ, കൊടിയത്തൂർ അങ്ങാടിയിൽ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി അന്ന് റസൂലുള്ളാഹിയുടെ കാലത്ത് അന്ന് നടക്കാതെ പോയ മുബാഹല പിന്നീട് 1989 കൊടിയത്തൂരിൽ ആ മുബാഹല പിന്നീട് നടന്നു. അന്ന് ആ മുബാഹല നടക്കുമ്പോ അതിന് നേതൃത്വം നൽകിയത് ബഹുമാനനായ ഷബീർ സാഹിബിന്റെ പ്രിയപ്പെട്ട പിതാവ്, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ അഭിമന്യനായ പണ്ഡിതനും നേതാവും ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനുമായ ബഹുമാനനായ എം മുഹമ്മദ് മദനി റഹിമഹുള്ളാഹയായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കലിപികളിൽ പോലും മഹാന്മാരായ ഈ പണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ ശക്തമായ സ്വാധീനവും പ്രവർത്തനവും കൃത്യമായ രൂപത്തിൽ നമുക്ക് കാണാമെന്നതാണ്. എല്ലാ രംഗത്തും മുസ്ലിം കൈരളി ഏതെല്ലാം മേഖലയിൽ ഉയർച്ചയും വളർച്ചയും കൈവരിച്ചിട്ടുണ്ടോ, മദ്രസാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മദ്രസാ പ്രസ്ഥാനത്തിന്റെ ആശയം മുന്നോട്ട് വെച്ച് കടന്നു വന്ന സന്ദർഭത്തിൽ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന KM മൗലവിയും അതുപോലെ തന്നെ മൂസ മൗലവി റഹിമഹുല്ലാഹ് ഇവർ ശക്തമായ രൂപത്തിൽ തന്റെ ഗുരുനാഥന്റെ ആ ആശയത്തെ ശിരസാ വഹിച്ചുകൊണ്ട് കേരളത്തിലുടനീളം മദ്രസാ പ്രസ്ഥാനത്തിനു വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി. ഇവിടുത്തെ സാധാരണക്കാർ ഈ ദീൻ പഠിക്കേണ്ടതുണ്ട്, ഖുർആൻ പഠിക്കേണ്ടതുണ്ട്, സുന്നത്ത് പഠിക്കേണ്ടതുണ്ട് എന്ന രൂപത്തിൽ ദീനീ പ്രബോധനത്തിനു വേണ്ടി, ദീനീ പഠനത്തിനു വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അന്നത്തെ നേതാക്കന്മാർ ശക്തമായ പ്രചരണം നടത്തുകയുണ്ടായി. എന്നാൽ ആ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് മദ്രസയുണ്ട് എന്ന് ഊറ്റത്തോടുകൂടി വീമ്പ് പറയുന്ന ഇന്നത്തെ സമസ്തക്കാർ, 100 വർഷം പിന്നിട്ട് 100ാം വാർഷികം കാസർഗോഡ് കുണിയയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തക്കാർ അന്നിവിടെ മാലപാടി അതിനെ എതിർത്തു. ഇബ്ലീസ് മദ്രസ ഇട്ടു ഫീ അർദില്ല, നാടാകദീന് നടത്തി ലഅനത്തുല്ലാഹ്. മൂസാ നബിക്കെതിരായി പണ്ടൊരു മൂസ, ഇന്ന് ഇസ്ലാമിനെതിരാണ് ഇന്ന് കുഞ്ഞി മൂസ. ഇബ്ലീസ് മദ്രസ ഇട്ടു ഫീ അർദില്ല. ഭൂമിയിൽ മൂസ മൗലവിയും അതുപോലെ തന്നെ KM മൗലവിയും എല്ലാം ദീൻ പഠിക്കാൻ വേണ്ടി മദ്രസാ സംരംഭവുമായി കടന്നു വന്നപ്പോ മുസ്ലിയാക്കന്മാർ പറഞ്ഞു, ഇബ്ലീസാണ് മദ്രസക്ക് തറക്കല്ലിട്ടത്. അഥവാ മദ്രസാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ പണിയാണ്. ഇബ്ലീസ് മദ്രസ ഇട്ടു ഫീ അർദില്ല, നാടാകദീന് നടത്തി ലഅനത്തുല്ലാഹ്. കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിന് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് നാടാകദീന് നടത്തി ലഅനത്തുല്ലാഹ്. അല്ലാഹു അവരുടെ പേരിൽ, ഈ പണ്ഡിതന്മാരുടെ പേരിൽ ശാപമുണ്ടാകട്ടെ എന്ന് മാലയിലൂടെ പാടി പറയാൻ. നാടാകദീന് നടത്തി ലഅനത്തുല്ലാഹ്. തീർന്നില്ല. മൂസാ നബിക്കെതിരായി പണ്ടൊരു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദി പ്രബോധനവുമായി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന സന്ദർഭത്തിൽ ഫറോവ എങ്ങനെയാണോ മൂസാ നബിയെ എതിർത്തത്, അഥവാ
ആ ഫറോവക്ക് തുല്യമാണ്. മൂസാ നബിക്കെതിരായി പണ്ടൊരു മൂസ, ഇസ്ലാമിനെതിരാണിന്ന് കുഞ്ഞി മൂസ. ബഹുമാനനായ മൂസ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മദ്രസ പ്രസ്ഥാനം നടത്തിയതിന്റെ പേരിൽ ഫറോവയുമായി കൂട്ടിക്കെട്ടിയ സമസ്തക്കാരാണെന്ന് 100 വർഷത്തിന്റെ നിറവിൽ ഇവിടെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അന്ന് മാല പാടി എതിർത്ത ആളുകൾ ഇന്നും അവരുടെ പുസ്തകങ്ങളിൽ, ഗദ്യങ്ങളിൽ, പദ്യങ്ങളിൽ ഈ മാല നമുക്ക് കാണാം. ഇന്ന് കേരളത്തിൽ ഒരുപാട് മദ്രസകളുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഊറ്റം പറയുമ്പോ പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ മഹനീയമായ സംരംഭത്തിന് വേണ്ടി തിരുകൊളുത്തിയ രംഗത്തെ വളരെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇതേ രൂപത്തിൽ കേരളത്തിന്റെ പല വേദികളിലും, മതപ്രഭാഷണ വേദികളിലും, നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരുടെ മതപ്രഭാഷണ വേദിയിൽ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ, ആശംസാ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ, മലയാളം എന്ന് പറഞ്ഞാൽ അത് ആര്യനെഴുത്താണ്, അത് ഈ ഉമ്മത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവേ നല്ല രൂപത്തിൽ മലയാളം നമ്മൾ പ്രഭാഷണം തുടരുകയാണ്. നമസ്കാരം നമുക്ക് ജമാഅത്തായിട്ട് ഇതിന് ശേഷം നമസ്കരിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് മലയാള ഭാഷ ആര്യനെഴുത്തായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ മുസ്ലിം മതപ്രഭാഷണ വേദികളിൽ അല്ലാഹുവേ നല്ല കോലത്തിൽ മലയാളം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കപ്പെട്ട മുസ്ലിയാക്കന്മാർ നമ്മുടെ നാടുകളിൽ ഇന്ന് ഈണത്തിലും താളത്തിലും തഞ്ചത്തിലും മഹ്റജും തജ്വീദൊക്കെ നന്നാക്കി മലയാളം പറയുന്ന മുസ്ലിയാക്കന്മാരുടെ നല്ല താളത്തിലുള്ള പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ ഭാഷക്കവരെതിരായിരുന്നു. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളുകളായിരുന്നു. ഇന്ന് പലപ്പോഴും പല ആളുകളും, പല മുസ്ലിയാക്കന്മാരും അവർ അഭിമാനത്തോടുകൂടി പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പഠിച്ച മുസ്ലിയാക്കന്മാർ, മൂല്യരുട്ടികൾ ഇറങ്ങുന്നത് ഞങ്ങളുടെ കോളേജുകളിൽ നിന്നാണ് എന്ന് വീമ്പ് പറയുന്ന ആളുകൾ ഇന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള മറുപടി, ഖുറാഫികൾ ഇംഗ്ലീഷ് പഠിച്ചാൽ ഇംഗ്ലീഷിൽ ഖുറാഫാത്ത് പറയും എന്നേ ഉള്ളൂ. നമ്മുടെ അസല് അടിസ്ഥാനം ശരിയാക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇംഗ്ലീഷ് ഭാഷക്കെതിരായിരുന്ന, മലയാള ഭാഷക്കെതിരായിരുന്ന സ്ത്രീകൾ അക്ഷരവിദ്യാഭ്യാസം പഠിക്കൽ കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് മീഞ്ചന്ത പ്രമേയത്തിലൂടെ സമസ്തയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പ്രമേയം പാസാക്കിയ ഒരു വിഭാഗം ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ന് ഇതേ രൂപത്തിൽ സ്ത്രീകൾക്ക് അക്ഷരവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കോളേജുകളുണ്ട്, മദ്രസകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ ഇന്ന് പറയുമ്പോ അതിന് പിന്നിൽ മഹാരഥന്മാരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെയും പ്രബോധന ഫലമായി വലിയ മാറ്റങ്ങൾ നമ്മുടെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായി. ഇന്ന് നമ്മളെല്ലാം, ഈ ഉമ്മത്ത് മുഴുവനും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ ഒരു മുസൽമാൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മുജാഹിദായിട്ടുണ്ടെന്നാണ്. അഥവാ
ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ തലയിൽ, പുരുഷന്റെ തലയിൽ മുടി വളർന്നാൽ അവൻ കാഫിറാണ് എന്ന് ഫത്വ കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു മലയാളിയായ ഒരു മുസ്ലിമിന്റെ തലയിൽ മുടി വളരുന്നുവെങ്കിൽ അതിന് പിന്നിൽ പോലും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എല്ലാ രംഗത്തും ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ, ഈ മുജാഹിദ് പ്രസ്ഥാനം എന്നും ഈ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഒരേ രൂപത്തിൽ പറയുന്നത് തൗഹീദിന്റെ സുന്ദരമായ സന്ദേശമാണ്. അത് കേവലം പ്രത്യേകമായി ഈ സംഘടനാ സംവിധാനം 1924 മെനഞ്ഞുണ്ടാക്കിയ ഒന്നല്ല. 1450 വർഷങ്ങൾക്ക് മുമ്പ് വഹീന്റെ സന്ദേശത്തിലൂടെ പരിശുദ്ധ ഖുർആൻ തന്നെ ആവർത്തിച്ച് അതിന്റെ ഗൗരവത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി ഉണർത്തി തന്നതാണ്. ദശലക്ഷക്കണക്കിന് ജീവികൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെന്ന് പറയുന്ന നിസാര വ്യക്തിയെ, നിസാര സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചു. മറ്റു ജീവജാലങ്ങൾക്കൊന്നും നൽകാത്ത വിശേഷ ബുദ്ധി എന്ന വലിയ അനുഗ്രഹം മനുഷ്യന് മാത്രമാണ് അല്ലാഹു നൽകിയത്. മനുഷ്യനെ കണ്ട് മനുഷ്യനെക്കാളും ശക്തിയിൽ, ഉന്നതിയിൽ, ശക്തി കൊണ്ട്, വലിപ്പം കൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്ന അനേകം ജീവജാലങ്ങളെ മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധിയെയും അതുപോലെ തന്നെ മനുഷ്യന്റെ ചുറ്റുപാടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വികസിപ്പിച്ചു. ഇത്രയേറെ സൗകര്യങ്ങളോടുകൂടി, സംവിധാനങ്ങളോടുകൂടി എന്തിനാണ് പടച്ച റബ്ബ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ ഓതിവച്ച ആയത്ത്. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ പ്രഥമ ലക്ഷ്യം അത് കുടുംബം ഉണ്ടാക്കാനോ, കുട്ടികളുണ്ടാക്കാനോ, നാട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നുമല്ല. പ്രഥമ ലക്ഷ്യം അതല്ല. ഇതെല്ലാം വേണ്ടതു തന്നെയാണ്. സംഘടന ഉണ്ടാക്കേണ്ടതും വേണ്ടതു തന്നെയാണ്. സമ്മേളനങ്ങളെല്ലാം വേണ്ടതു തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനം വേണ്ടതു തന്നെയാണ്. നമ്മുടെ ഉപജീവനം വേണ്ടതു തന്നെയാണ്. പക്ഷേ നമ്മെ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹുവിന് മാത്രം ആരാധനാകർമ്മങ്ങൾ, അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് റബ്ബിനെ മാത്രം ആരാധിച്ച് മുന്നോട്ട് പോകാനാണ്. ഓരോ വിശ്വാസിയും ഓരോ ദിവസവും അവൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടി അതിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഓരോ വിശ്വാസിയും ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നത് ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ പറയുക, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരവും, ഞാൻ എന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന മുഴുവൻ നമസ്കാരങ്ങളും, വനുസുകി, എന്റെ ബലികർമ്മങ്ങൾ മുഴുവനും, വമഹിയായ, എന്റെ ജീവിതവും, രാവിലെ കിടക്കപ്പായിൽ നിന്ന് ഞാൻ എഴുന്നേറ്റാൽ പിന്നീട് തിരിച്ച് വീണ്ടും എന്റെ വിരിപ്പിലേക്ക് പോകുന്നത് വരെ, എന്റെ രാത്രിയിൽ, അഥവാ എന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭവും, വമമാതി, അതുപോലെ തന്നെ ഞാൻ മരണപ്പെട്ടാൽ മലക്കുൽ മൗത്ത് എന്റെ റൂഹങ്ങ് വലിച്ചൂരിക്കൊണ്ടുപോയാൽ, വൽതഫത്തി സാഖു ബിസാഖ്, മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിക്കപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലംഘനീയമായ ആ വിധിയങ്ങ് നടപ്പിലാക്കിയാൽ, വമമാതി, എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനാണ് എന്ന് പൂർണ്ണമായി കീഴ്വണക്കത്തോടുകൂടി പ്രഖ്യാപിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും. മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം കേവലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം ഒരു പ്രബോധന വിഷയമല്ല ഇത്. 1924 കേവലം മുജാഹിദ് പ്രസ്ഥാനം പറയാൻ തുടങ്ങിയ ആദർശമല്ലത്. എന്നൊക്കെ ഏതെല്ലാം സന്ദർഭത്തിൽ ലോകത്ത് ആദിമ മനുഷ്യൻ മുതൽ ശക്തമായ രൂപത്തിൽ ഈ ആദർശം വഹീന്റെ സന്ദേശത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പല സന്ദർഭങ്ങളിലായി പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, ലോകത്ത് എത്ര പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്? റസൂലുള്ളാഹിന്റെ മറുപടി 1,24,000 എന്നതായിരുന്നു. 1,24,000 നബിമാർ, അതിൽ 315 മുർസലീങ്ങൾ. ഈ മുർസലീങ്ങളുടെയും 1,24,000 നബിമാരുടെയും പ്രബോധന വിഷയം ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞത്, ഇന്ന് ഈ നാട്ടിലെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർ എന്തിനാണോ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്, അതേ വിഷയമാണ് ലോകത്ത് കടന്നുപോയ 1,24,000 നബിമാരും ഒരേ സ്വരത്തിൽ കൽപ്പിച്ചത് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലോകത്ത് ഒരു പ്രവാചകനെയും ഇല്ലാ നൂഹി ഇലൈ, ബോധനം നൽകിയിട്ടല്ലാതെ, വഹി നൽകിയിട്ടല്ലാതെ അയക്കപ്പെട്ടിട്ടില്ല. ഏത് വഹിയെ? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല,
പടച്ച റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ബോധനം, എന്ന വഹീ നൽകിയിട്ടല്ലാതെ ലോകത്ത് ഒരു പ്രവാചകനും കടന്നു വന്നിട്ടില്ല എന്നതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. തീർച്ചയായും ലോകത്ത് മനുഷ്യർ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അവിടെയെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ വജിത്തനിബു താഊത്ത്. ആ പ്രവാചകന്മാരെല്ലാം ആ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം അല്ലാഹുവിനെ സ്വീകരിക്കുക, പിശാചുക്കളെ, ശിർക്കിന്റെ, അധാർമികതയുടെ വടികളെ പൂർണ്ണമായ രൂപത്തിൽ മാറ്റി നിർത്തുക എന്ന് പറയാനല്ലാതെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അതേ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ വഹദാനിയത്ത്, തൗഹീദ് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർവണം പോലെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, ഏകനാണ്. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ സൃഷ്ടാവ് അവൻ ഒരുവനാണ്, ഏകനാണ്. ആ ഒരുവനായ ഏകനായ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു. ഇനി ഇത് കേവലം വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ കടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഇതര മതസ്ഥരുടെ ദേവാലയങ്ങളിൽ നിന്ന് പോലും കേൾക്കുന്ന പല ശ്ലോകങ്ങളും, പ്രത്യേകമായി അവർ എടുത്തു പറയുന്ന പല വചനങ്ങളും ഈ രൂപത്തിലുള്ളതിന് വലിയ ഉദാഹരണങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ലോകത്ത് എവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്കോ മറ്റു രൂപങ്ങളിലേക്കോ മറ്റ് നാടുകളിലേക്കോ ഒന്നും നാം കടന്നു പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത്, പുതിയ പഠനമനുസരിച്ച് BC 5000 വർഷത്തിന് മുമ്പ്, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന് 5000 വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നാണ്. സിന്ധു സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിന് 5000 വർഷം മുന്നേ ഇന്ത്യയിൽ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജീവിച്ചിട്ടുണ്ട് എന്നതിൽ മാത്രം ആ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അവിടെ നിന്ന് കുടിച്ചിറക്കപ്പെട്ട, ഇവിടെ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികരായി ഇന്ത്യ രാജ്യത്ത് ജീവിച്ച മനുഷ്യർ, അവർ ഉപയോഗിക്കപ്പെട്ട ഉപകരണങ്ങൾ, അവരുടെ ആയുധങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പാത്രങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വീടുകൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാം, അവരുടെ ജീവിത സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗവും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അതുമായി ബന്ധപ്പെട്ട് കുഴിച്ചെടുക്കപ്പെട്ടത് ഈ അടുത്ത കാലഘട്ടങ്ങളിലായി അതിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, BC 5000 വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ച മനുഷ്യരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും കുടിച്ചെടുക്കപ്പെട്ടിട്ടും അതിൽ നിന്ന് ഒരു വിഗ്രഹത്തിന്റെ തുണ്ട് പോലും, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു രൂപം പോലും അതിൽ നിന്ന് കുടിച്ചെടുക്കപ്പെട്ടിട്ടില്ല എന്നത് ചരിത്ര സത്യമാണ്. മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്ന ബഹുമാനായ അബുൽ കലാം ആസാദ് റഹിമഹുല്ലാ പരിശുദ്ധ ഖുർആന് തർജുമ എഴുതിയ, വിശദീകരണം എഴുതിയ, തഫ്സീർ എഴുതിയ തഫ്സീർ തർജുമാനുൽ ഖുർആൻ എന്ന ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വിഷയവും അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്ത് BC 5000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ അവർ തൗഹീദുള്ള ആളുകളായിരുന്നു എന്നാണ്, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവർക്കിടയിലേക്ക് എങ്ങനെയാണ് ബഹുദൈവാരാധന കടന്നു വന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. BC 1200-കളിൽ, അഥവാ യേശുക്രിസ്തുവിന് 1200 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു. ഇറാൻ എന്ന പദത്തിൽ നിന്നാണ് ആര്യൻ എന്ന പദം കടന്നു വന്നത് എന്ന ചർച്ചകളും ഈ രൂപത്തിൽ ചരിത്ര താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇറാനിൽ നിന്ന് 1200-കളിൽ, BC 1200-കളിൽ ഇന്ത്യ രാജ്യത്തേക്ക് ആര്യന്മാർ കടന്നു വന്നപ്പോ അവർ കടന്നു വരുന്ന സന്ദർഭത്തിൽ അവർ മജൂസികളായിരുന്നു. ഇറാനിൽ അവർ വിഗ്രഹാരാധകരായിരുന്നു. ആ വിഗ്രഹാരാധനയുമായിട്ടാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നത്. ഇവിടെ കുടിയേറി വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന തൗഹീദുള്ള ഏകദൈവ വിശ്വാസികളായ ഇന്ത്യ രാജ്യത്തെ പൂർവികന്മാർ, ആ പൂർവികന്മാരുടെ ദൈവവിഷയത്തെക്കുറിച്ച് അവർ ദൈവത്തെ പരിചയപ്പെടുത്തിയിരുന്നത് ഓം എന്ന പ്രത്യേക അക്ഷരത്തിലാണ് എന്ന് ബഹുമാനനായ അബുൽ കലാം ആസാദ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അല്ലെ, ഇന്ന് പലപ്പോഴും ഓം എന്ന പദം നമുക്ക് പരിചയമുള്ളത് ചില പ്രത്യേക സംഘടനക്കാരുടെ കൊടിയിൽ മാത്രമാണ്, ചില ചുമരെഴുത്തുകളിൽ മാത്രമാണ്. എന്നാൽ നമ്മുടെ പൂർവികരായ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികർ അള്ളാഹുവിനെ, ഏകദൈവത്തെ, ആ ദൈവത്തെ, പ്രപഞ്ചനാഥനെ അവർ വിശേഷിപ്പിച്ചിരുന്നത് ഓം എന്ന അടയാളത്തിലൂടെയാണ്. അതിനെ സംസ്കൃതത്തിൽ അതിന്റെ വിശദീകരണം ഇന്ദുവാന എന്നതാണ്. ഈ രൂപത്തിൽ ഇന്ത്യയിൽ ഒരു ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറ ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു. പിന്നീടാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അവർ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഏകദൈവ വിശ്വാസികളായി ഇന്ത്യയിൽ
ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിനിടയിൽ അവർ വിഗ്രഹാരാധന പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്ന ഇവിടത്തെ പുരാതനമായി പാരമ്പര്യമുള്ള ആ ഏകദൈവ വിശ്വാസികൾ അവർ പരിചയപ്പെടുത്തിയത് ദസ്യൂക്കൾ എന്ന പ്രത്യേക പേരിലാണ്. പിന്നീടാണ്, അഥവാ 1200-കൾക്ക് ശേഷമാണ് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് ആരംഭിക്കുന്നത് എന്നർത്ഥം. BC 1200-കളിലാണ് ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം തുടങ്ങി വേദങ്ങളെല്ലാം എഴുതാൻ ആരംഭിക്കുന്നത് 1200-കളിലാണ്. അത് എഴുതിയപ്പോൾ തന്നെ അഥവാ വിഗ്രഹാരാധന ന്യായീകരിച്ച് അതിനെ പാരമ്പര്യമായി ആര്യന്മാർ പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ അതിനെ ന്യായീകരിക്കുന്ന പല വിഷയങ്ങളും അതിൽ ഉൾപ്പെടുത്തിയ സന്ദർഭത്തിൽ ഇവിടെ പുരാതനമായി ജീവിച്ചിരുന്ന ആളുകളുടെ ആദർശവും പല രൂപത്തിൽ അതിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണല്ലോ, ഒരു നാട്ടില് 100 ആളുകളുണ്ടെങ്കിൽ ആ 100 ആളുകളുടെയും ചരിത്രം ഒരേ രൂപത്തിൽ മാറ്റി എഴുതാൻ ആർക്കും സാധ്യമല്ല. ഏതു ഭരണകൂടം ശ്രമിച്ചാലും, അത് ഇന്ത്യൻ ഭരണകൂടമായാലും കേരള ഗവൺമെന്റ് ആയാലും ആരായാലും, ഒരു സമൂഹത്തിന്റെ മുഴുവൻ ചരിത്രത്തെയും തുടച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ആര്യന്മാർ അത് തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ വേദഗ്രന്ഥം എഴുതിയപ്പോ അതിൽ പോലും ആ ഏകദൈവ വിശ്വാസത്തിന്റെ ലാഞ്ചനകൾ, പ്രഖ്യാപനങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ്. പലപ്പോഴും അഖണ്ഡനാമയജ്ഞം എന്ന പേരിൽ അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ള ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഭൂതനാഥ സദാനന്ദ, ഭൂമി എന്ന് പറയുന്ന അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഭൂതൻ അഥവാ ദൈവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര, മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഭൂതൻ. രക്ഷ രക്ഷ മഹാപാപോ, ആ ഭൂതനിലാണ്, ആ ദൈവത്തിലാണ്, ആ പ്രപഞ്ചനാഥനിലാണ് മുഴുവൻ രക്ഷയും സമാധാനവും. രക്ഷ രക്ഷ മഹാപാപോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ആ ദൈവത്തിന്റെ നാമം ഉരുവിട്ടാൽ അതിലാണ് മുഴുവൻ രക്ഷയും സമാധാനവും എന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന പൂർവികരായ ഇന്ത്യ രാജ്യത്തെ ഏകദൈവ വിശ്വാസികളുടെ വിശ്വാസം അവർ പരിചയപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങളിൽ പോലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അഥവാ അതിനർത്ഥം നമ്മുടെ പൂർവികർ തൗഹീദുള്ള ആളുകളായിരുന്നു. ലോകത്ത് കടന്നു വന്ന മനുഷ്യർ ജീവിച്ച ഇടങ്ങളിലെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ഈ ആദർശമാണ് പഠിപ്പിച്ചത്. ബൈബിൾ ആവർത്തന പുസ്തകം 11-ാം അധ്യായം 11-ാം സൂക്തം, യഹോവ അവൻ ഏകനാകുന്നു, അവനെ മാത്രമേ ആരാധിക്കാവൂ. യഹോവ എന്നത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ റബ്ബ് എന്ന രൂപത്തിലാണ് അർത്ഥം ലഭിക്കുക. അവൻ ഏകനായിരുന്നു, ഒരുവനായിരുന്നു. അഥവാ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം വളരെ ശക്തമായ രൂപത്തിൽ ഈ ആദർശം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രൂപത്തിൽ മഹാരഥന്മാരായ പ്രവാചകന്മാർ അത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ കാലചക്രം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ആളുകൾ മാറി മാറി വന്നപ്പോ പല അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും ബഹുദൈവ വിശ്വാസങ്ങളും പല സമൂഹങ്ങളിലേക്കും കടന്നു വന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികരിലേക്കും കടന്നു വന്നത് ആ വിഗ്രഹാരാധനയാണ്. അതങ്ങനെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ, ഈ മുസ്ലിം ഉമ്മത്തിൽ പോലും ആ വിശ്വാസ ജീർണത ഇന്ന് സജീവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാലകളിലൂടെ, മൗലൂദുകളിലൂടെ, ഖുതുബിയത്തിലൂടെ, റാത്തീബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിന്റെ ആ നിർഭയത്വം അതിന് നേരെ വിപരീതമായി രൂപമാകുന്ന രൂപത്തിൽ മാലകളിൽ, മൗലൂദുകളിൽ വിഗ്രഹാരാധനയ്ക്ക് സമാനമായ ശിർക്കിന്റെ അനേകം വചനങ്ങൾ കുത്തിത്തിരികെ കയറ്റി, എന്നിട്ട് അത് ചൊല്ലിയാൽ പുണ്യണ്ടെന്നാണ് അല്ലെ. മൊയ്യൊന്നും കൂടാതെ പിണയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മാലയും മൗലീദൊക്കെ തെറ്റുകൂടാതെ ചൊല്ലിയാൽ സ്വർഗം പകരായി ലഭിക്കും എന്നാണ് മാലക്കാരൻ പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആന് പോലെ ഈ പ്രത്യേകത അല്ല. ഉണ്ടോ? ഖുർആൻ തെറ്റുകൂടാതെ ചൊല്ലിയ എന്നാ പിടിച്ചോ സ്വർഗം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഖുർആന്റെ ഓരോ ഹറക്കത്തിന്റെയും പുണ്യം പഠിപ്പിച്ച റസൂൽ നിങ്ങൾ ഖുർആൻ ഓതിയ സ്വർഗത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ മാലക്ക് ഖുർആനേക്കാൾ, മൗലൂദിന് ഖുർആനേക്കാൾ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് മൊയ്യൊന്നും കൂടാതെ പിണയാതെ ചെന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. അങ്ങനെ മുന്തിയൊരു സാധനമായിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇനി എന്താണ് അതിലുള്ളത് എന്നതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്നാൽ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളടക്കം റബ്ബിനോട് ഏറ്റുപറയേണ്ടുന്ന വിഷയങ്ങൾ റസൂലുള്ളാഹിയോട്, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, സ്വാലിഹീങ്ങളോട്, ശുഹദാക്കളോട് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ. അല്ലെ, മങ്കൂസ് മൗലിദിൽ, മങ്കൂസ് എന്ന പദത്തിന് അർത്ഥം പല അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം കീരി എന്നാണ്. ഒരു കാലത്ത് കീരി മൗലൂദ് എന്ന് പേര് അതിനുണ്ടായിരുന്നു. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, അങ്ങയോട് അന്യായം ഞാൻ, സയ്യിദി ഖൈറൻ നബി,
ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റസൂലേ. പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്കത് പുറത്തു തരണേ എന്ന് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ റസൂലുള്ളാഹിയോട് ഏറ്റുപറയാൻ. ശറഫുലന മൗലൂദിൽ കാണാം, അബ്ദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയേ താങ്കളുടെ സാധുവായ അടിമയായ ഞങ്ങളിതാ ഫളലകൽ ജമ്മൽ ഗഫീറു, പൂർണ്ണമായ ഔദാര്യത്തോടു കൂടി ഞങ്ങൾ താങ്കളോട് തേടുകയാണ്. ഫീക ഖദ് അഹ്സൻതു ളന്നി, മുഹമ്മദ് നബിയെ താങ്കളെ കുറിച്ച് ഏറ്റവും നല്ല വന്നാണ്, ഏറ്റവും നല്ല ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. യാ ബശീറു യാ നദീറു, അതുകൊണ്ട് തന്നെ ബശീറായ നദീറായ നബിയേ ഫഅഗ്ഥിനി വഅജ്ർനി, എന്നെ സഹായിക്കണേ. ഫഅഗ്ഥിനി വഅജ്ർനി യാ ഗിയാസി യാ മലാദി, ഞങ്ങളുടെ സഹായമായ ഞങ്ങളുടെ അവലംബമായ മുഹമ്മദ് നബിയെ ഞങ്ങളുടെ പാപം പൊറുക്കണേ. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മൂബിഖാതി അൻത സത്താറുൽ മസാബി വമുഖീദുൽ ആസറാതി അൻത ഗഫാറുൽ ഖതായാ, മുഹമ്മദ് നബിയെ താങ്കൾ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. വദ്ദുനൂബിൽ മൂബിഖാതി, അങ്ങനെ ചെറിയ ലോക്കൽ പാപങ്ങളൊന്നുമല്ല, മൂബിഖാതി വൻപാപങ്ങൾ പോലും പൊറുക്കാൻ കഴിവുള്ളവനാണ് പ്രവാചകരെ താങ്കൾ. അൻത സത്താറുൽ മസാവി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തെറ്റുകളെയെല്ലാം മറച്ചു കളയണേ റസൂലേ. വമുഖീദുൽ ആസറാതി, അങ്ങനെ ഞങ്ങളുടെ തെറ്റിനെ കുറ്റത്തെയെല്ലാം മറച്ച് ഞങ്ങളെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹിനോട് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ. ഇന്നത് കേവലം ആരോപണമാണ് എന്ന് പറയേണ്ടതില്ല. ഒരു മുസ്ലിയാരുടെ സംസാരം ഇതുമായി ബന്ധപ്പെട്ട് നേരെ റസൂലുള്ളാഹിനോട് തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ചെയ്തു പോയ ജീവിതത്തിലുള്ള കർമ്മമെല്ലാം അല്ലാഹ് എന്റെ തെറ്റു പൊറുക്കണേ, എന്റെ കുറ്റം പൊറുക്കണേ എന്ന ഒരു വാചകം പോലും ആ സംസാരത്തിൽ കേൾക്കാൻ സാധ്യത. നമുക്കൊന്ന് കേൾക്കാം. ഈ രൂപത്തിൽ മാലകളിലൂടെ മൗലൂദുകളിലൂടെ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ റസൂലുള്ളാഹിനോട് ഏറ്റുപറയുന്ന ഈ രൂപത്തിലുള്ള അനേകം സന്ദർഭത്തെ മാലകളിലൂടെ മൗലൂദുകളിലൂടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തെ പരിചയപ്പെടുത്തിയത് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ ഖുർആനിൽ അല്ലാഹു ചോദിക്കാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണടാ പാപം പൊറുക്കുക എന്ന് മനുഷ്യരോട് അല്ലാഹു ചോദിക്കണം. അപ്പൊ മൗലൂദിൽ മുസ്ലിയാക്കന്മാർ പറയാണ് അല്ലാഹ് മാത്രമല്ല റസൂലുള്ളാഹിയും പാപം പൊറുക്കും, അമ്പിയാക്കന്മാർ പാവം പൊറുക്കും, ഔലിയാക്കന്മാർ പാവം പൊറുക്കും, സ്വാലിഹീങ്ങൾ പാവം പൊറുക്കും എന്ന് പരിശുദ്ധ ഖുർആനിന് നേരെ വിപരീതം മാലയിലൂടെ മൗലൂദിലൂടെ കാണുന്നു. ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ചു ചോദിച്ചു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തന്റെ സ്വന്തം ദേഹങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരോട് പ്രവാചകരെ നിങ്ങൾ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിന്റെ വിശാലതയെ തൊട്ട്, അള്ളാഹുവിന്റെ സഹനത്തെ തൊട്ട്, അള്ളാഹുവിന്റെ ചേർത്തുപിടിക്കലിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും പാപം മുഴുവനും പൊറുക്കുന്നവൻ
അത് പടച്ച റബ്ബാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അങ്ങേയറ്റം നല്ല രൂപത്തിൽ പാപം പുറത്ത് കാരുണ്യവാനും കരുണാവാനിധിയുമായിട്ടുള്ളവൻ പടച്ച റബ്ബാണ് എന്ന് ഖുർആനിലൂടെ അള്ളാഹു ആവർത്തിച്ച് പറയാൻ. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് പടച്ച റബ്ബാണ് പാപം പൊറുക്കുന്നതാണ്. ഈ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഹദീസുകളിൽ കൃത്യമായി കാണാം. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്താപിക്കുക, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുക. വസ്തഗ്ഫിറൂഹു, അതുപോലെ തന്നെ നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുക. ഫഇന്നീ അതൂബു ഇലല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനോട്, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയൂ. എന്നിട്ട് റസൂലുള്ളാഹി തന്റെ സ്വന്തം ജീവിതത്തെ ഉദാഹരണമായി മുന്നിൽ വെക്കുന്നു. ഫഇന്നീ, തീർച്ചയായും, അതൂബു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്താറുണ്ട്. വഅസ്തഗ്ഫിറുഹു ഫീ കുല്ലി യൗമിൻ 100 മറ വഅക്സറ മിൻ 100 മറ. ഒരു ദിവസം 100 തവണ ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്തും, ചില സന്ദർഭങ്ങളിൽ 100-ലധികം തവണ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം മുന്നോട്ട് വെച്ച് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഈ കൃത്യമായ ആദർശം, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറയണമെന്ന് ആവർത്തിച്ച് ഖുർആനും സുന്നത്തും നമുക്ക് പഠിപ്പിക്കുമ്പോ മാലയിലൂടെ മൗലൂദിലൂടെ അതിന് നേരെ വിപരീതം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖുമായി ബന്ധപ്പെട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ പ്രാധാന്യം പറയുന്ന രൂപത്തിലുള്ള മാലകളിൽ ബല്ലാനീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് ഏതു ഭാഷയിൽ ഏതു സന്ദർഭത്തിൽ ഏതു സാഹചര്യത്തിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് ഉത്തരം കൊടുക്കുന്ന ഖുതുബിയ്യത്തിലൂടെ അതിന്റെ വ്യാഖ്യാനവും കാണാം. ഒമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സ്വർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ഒമയ്യുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ, അൽഫം ബിഖൽവതിഹി, ഒറ്റക്കിരുന്നു കൊണ്ട് 1000 തവണ ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ, അസ്മൻ ബിഹിമ്മതിഹി, അങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്ന് കുഞ്ഞാപ്പോയി വിളിച്ചാ പോരാ, അസ്മൻ ബിഹിമ്മതിഹി, നല്ല ഉച്ച ശക്തമായ സ്വരത്തിൽ തജ്വീദോടുകൂടി മഖ്റജൊക്കെ നന്നാക്കി നല്ല ഈമാനോടുകൂടി യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന് 1000 തവണ വിളിച്ചാൽ, സ്വർമൻ ലിഗഫവതിഹി, ഉറച്ച സ്വരത്തിൽ വിളിച്ചാൽ, അജബ്തുഹു മുസ്രിഅൻ, അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ആ നാമം കേട്ട് ഉള്ളിലേക്ക് തിരിച്ചിടുമ്പോ തന്നെ അജബ്തുഹു മുസ്രിഅൻ, എത്രയും പെട്ടെന്ന് ഞാൻ അവന് ഉത്തരം കൊടുക്കും. മിൻ അജലി ദഅവതിഹി, അവന്റെ വിളിക്ക്, അവൻ എന്തിനാണോ വിളിച്ചത് ആ വിളിക്ക്. മുഹീദ്ദീൻ ശൈഖേ കുട്ടിയെ തരണേ എന്ന് വിളിച്ചാൽ ആ വിളിക്ക്, മുഹീദ്ദീൻ ശൈഖേ സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ ആ വിളിക്ക്, മുഹീദ്ദീൻ ശൈഖേ സ്ഥാനമാനങ്ങൾ നൽകണേ എന്ന് പറഞ്ഞാൽ ആ വിളിക്ക്, എന്തിനാണോ വിളിക്കുന്നത് ആ വിളിക്ക്. ഇനി ഏത് രൂപത്തിലുള്ള വിളി, ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി, യാ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന രൂപത്തിൽ വിളിച്ചാൽ അതിന് ഉത്തരം നൽകുമെന്ന് മാലകളിലൂടെ ഈ വിഷയം പഠിപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ രൂപത്തിൽ വിളിക്കേണ്ടത് ആരെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അല്ലാഹുവിന്റെ അടിയാന്മാർ എന്നെക്കുറിച്ച് റസൂലേ താങ്കളോട് ചോദിക്കപ്പെട്ടാൽ താങ്കൾ പറയുക ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ സമീപസ്ഥനാണ്. മറ്റൊരു ആയത്തിൽ കാണാം മിൻ ഹബലിൽ ബരീദ്, മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഉജീബു ദഅവത ദഅാൻ, ആരെങ്കിലും വിളിക്കുന്നുവെങ്കിൽ, പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അവലംബിക്കുന്നുവെങ്കിൽ അവൻ എന്നെ വിളിച്ചുകൊള്ളട്ടെ, ഞാൻ ഉത്തരം നൽകാൻ റസൂൽ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് നേരെ വിപരീതം. മുഹീദ്ദീൻ ശൈഖ് എവിടുന്ന് വിളിച്ചാലും കേൾക്കും, ഏതു ഭാഷയിൽ. ഞങ്ങള് മുഹീദ്ദീൻ ശൈഖ് ബഗ്ദാദുകാരനാണല്ലോ, അപ്പൊ നമ്മള് വിചാരം അറബിയിൽ വിളിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ. അല്ല, നമ്മളെ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ വിളിച്ചാൽ മലയാളത്തിൽ കേൾക്കും. കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം, കാസർഗോഡിന്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്, പ്യാരി എന്നാണ് അവിടുത്തെ ഭാഷ. പ്യാരിയിൽ വിളിച്ചാൽ അവിടെ നിന്ന് കേൾക്കും. കുറച്ചും കൂടെ പോയി കർണാടക എത്തിയാൽ കന്നഡയിൽ കേൾക്കും, തമിഴ്നാട്ടിലെത്തിയാൽ നമ്മുടെ അണ്ണന്മാരുടെ ഭാഷയിൽ തമിഴിൽ കേൾക്കും. ഏതു ഭാഷയിൽ വിളിച്ചാലും മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി കേൾക്കുന്ന, ഉത്തരം നൽകുന്ന പടച്ച റബ്ബിന്റെ മാത്രം പ്രത്യേകത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്.
ഈ സൃഷ്ടികളോടും മുഹീദ്ദീൻ ശൈഖിനോടും റിഫായി ശൈഖിനോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും തെറ്റുകൾ ഏറ്റുപറയാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. കത്താവ് ഞങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താവ് ഞങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണജനം 2 ഫലവത്താക്കിയ തങ്ങള്, എത്രയോ എഴുപത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, ആദുക്കളാർ തങ്ങള്, ആദുക്കളാർ തങ്ങള്, കൈപിടിയല്ല തങ്ങള്, ആദുക്കളാർ തങ്ങള്, രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, അത് വലിയ വർദ്ധനകള്, സ്നേഹിതങ്ങള്, കാര്യപടയങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തതങ്ങള്, ഹൃദയതങ്ങള്, അവരുടേതങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു നടത്തുതങ്ങള്, ആദുക്കളാടുതങ്ങള്, കൈവടിയല്ലതങ്ങള്, അധികളാടുതങ്ങള്, ദോഷികളാടുതങ്ങള്, രക്ഷപ്പെടുത്തുന്നതങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളേന്നാണ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ ഞങ്ങളുടെ പാപം പൊറുക്കണം. അല്ലാ എന്ന ഒരു വചനം എന്തൊക്കെ വിഷയങ്ങൾ ഇതിൽ ചോദിച്ചു. പടച്ചറബിനോട് ഒന്നും ഇതെന്തൊരു വാശി പോലെയാണ്. തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാത്തോളുന്ന തങ്ങളെ. ഖുർആനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ രൂപത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വലിഹീങ്ങൾ, ശുഹദാക്കൾ ആരുമായിക്കൊള്ളട്ടെ, ഇൻ തദഊഹും നിങ്ങളവരെ വിളിച്ചാൽ, മരണപ്പെട്ടവരെ വിളിച്ചാൽ, ഈ രൂപത്തിൽ ഖബറിൽ കിടക്കുന്നവരെ വിളിച്ചാൽ, അല്ലെ ഇവിടെ ഉണ്ടല്ലോ ഇടിയങ്ങൾ തങ്ങൾ, ആ തങ്ങളെ വിളിച്ചാൽ, ശൈഖ് പള്ളി കിടക്കുന്ന തങ്ങളെ വിളിച്ചാൽ, കോഴിക്കോട് ജില്ലയിലെ ഏതു തങ്ങന്മാരെ വിളിച്ചാലും, ലോകത്ത് മരണപ്പെട്ട ആരെ വിളിച്ചാലും, ഇൻ തദഊഹും നിങ്ങളവരെ വിളിച്ചാൽ, ലാ യസ്മഊ ദുആഅക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. വലൗ സമിഊ ഇനി കേട്ടെന്നു സങ്കൽപ്പിച്ചാൽ തന്നെ, മസ്തജാബൂ ലക്കും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും നാളെ പരലോകത്ത് നിങ്ങൾ വിളിച്ച ആ വിളി ഏത് വിളിയാ? വെറുതെ ഒരു വിളിയല്ല. ആ വിളിയെ പറ്റി ഖുർആൻ പറയാണ് ശിർകിക്കും. ആ വിളി അങ്ങനെ ശിർക്കാവും മൗലവി? നിങ്ങൾക്ക് മാത്രമേ ശിർക്കുള്ളൂ? അല്ല, ഖുർആൻ അല്ലാഹു പഠിപ്പിക്കാൻ ആ വിളി ഏതാണ്? ശിർക്കാൻ. ശിർകിക്കും നിങ്ങൾ വിളിച്ച ആ വിളി, ആ ശിർക്കിനെ തൊട്ട് അവരെ നിഷേധിക്കും. ഈ വിളിച്ച തങ്ങളും മുഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖൊക്കെ നാളെ പരലോകത്ത് വരും. ഈ വിളിക്കപ്പെട്ട ആളുകളെല്ലാം വരും. അപ്പൊ അവരോട് ചോദിക്കും, അല്ലാഹു മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കും, നിങ്ങളെ വിളിക്കാം ഇവരോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്കാരോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഇവിടുത്തെ സമസ്തക്കാരോട്, ഇവിടുത്തെ ത്വരീഖത്തിന്റെ ആളുകളോട് നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങൾ വിളിക്കാൻ? അവിടെ ഖുർആൻ പറഞ്ഞത് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും നിങ്ങൾ വിളിച്ച ആ ശിർക്കിനെ തൊട്ട്, ആ വിളിയെ തൊട്ട് അവരെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്ന, ഈ രൂപത്തിൽ വിളിച്ചാൽ കേൾക്കാത്ത, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാത്ത, ഈ രൂപത്തിൽ വളരെ ദുർബലരായി ഇത്തരം ആളുകൾ വിളിക്കുന്ന ഈ രൂപത്തിലുള്ള അവസ്ഥകളെ നമ്മൾ കാണുകയാണ്. മാത്രമല്ല അതിങ്ങനെ പറഞ്ഞ് ഇത് റസൂലുള്ളാഹിനോടാണെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കോഴിക്കോട് ജില്ലയും കേരളവും ഇന്ത്യയും ഏഷ്യയും 7 ഭൂഖണ്ഡങ്ങളും ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ കോഴിക്കോട് ജില്ലക്കാരനാണ്. ആ ക്രെഡിറ്റ് നിങ്ങളെ ജില്ലക്ക് മാത്രമുള്ളതാണ്. കോഴിക്കോട് ജില്ല മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശൈഖുണ്ട്. ഇതേ രൂപത്തിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ കുട്ടികളോട് പോലും ഇവിടെ ദർസിൽ പഠിക്കുന്ന നിഷ്കളങ്കരായ ഫിത്രത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ശുദ്ധ ഹൃദയത്തോടുകൂടി, ശുദ്ധ മനസ്സോടുകൂടി പറന്നു വീണ് മതവിദ്യാഭ്യാസത്തിന് വേണ്ടി ദർസുകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പോലും മതം പഠിക്കുന്ന ആ പ്രിയപ്പെട്ട നല്ല രൂപത്തിൽ വളർന്നു വരേണ്ട പുതിയ തലമുറയോട് പോലും ഈ ശിർക്കിന്റെ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലിപ്പിക്കേണ്ട ഒരു മുസ്ലിയായിരുന്നു. ഒന്ന് കേൾക്കാം.
കാക്കണം ഞങ്ങളുടെ ശൈഖോരേ, നോക്കണം ഞങ്ങളുടെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ലൻ പൂങ്കവരേ. ക്ലിയർ ആവാത്തോണ്ടാ ഞാൻ പാടിത്തന്നത്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നല്ല തലകെട്ടിട്ട് ഒരു വടിയും പച്ച ഷോൾ വെച്ച ആ ഉസ്താദ് ചെല്ലുന്നത് അല്ലെ, മാഫി അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പിന്നിലിരിക്കുന്ന ശുദ്ധ ഹൃദയരായ ദീൻ പഠിക്കാൻ വേണ്ടി കടന്നു എന്ന ഉന്നതമായ നിയ്യത്തോടു കൂടി ഖുർആനും സുന്നത്തും പഠിക്കണമെന്നും ഈ ദീനീ പ്രബോധന രംഗത്ത് സജീവമാവണമെന്നും നിയ്യത്തെടുത്തും ദറസിലേക്ക് പഠിക്കാൻ വന്ന കുട്ടികളെ ഇരുത്തി ചൊല്ലിപ്പിക്കാൻ, കാക്കണം ഞങ്ങളുടെ ശൈഖോരെ, ഞങ്ങളെ കാക്കണം കേട്ടോ, നോക്കണം ഞങ്ങളുടെ മടവൂരെ, നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മടവൂരിന്റെ പേര് പറഞ്ഞ് ഈ രൂപത്തിൽ ശിർക്ക് പഠിപ്പിക്കാൻ ചൊല്ലി പഠിപ്പിക്കുകയാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നെ വിളിക്കൂ, ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ, അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് കാക്കണം ഞങ്ങളുടെ ശൈഖോരെ എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, തീർച്ചയായും അവന്റെ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ശേഷം അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പഠിപ്പിക്കാൻ. ഈ രൂപത്തിൽ മുൻകഴിഞ്ഞു പോയ ആളുകളോട്, നമുക്കിടയിൽ ജീവിച്ച കേവലം നമ്മൾ പോലെയുള്ള ആളുകളോട് മരണത്തിന് ശേഷം വിലായത്ത് എന്ന് പറയുന്ന പേരിൽ, കറാമത്ത് എന്ന് പറയുന്ന പേരിൽ തേടുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ചെറിയ കുട്ടികളോട് ആരാണവിടെ ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ ചെറിയ കുട്ടികളടക്കം പറയും അല്ലാഹുവാണ്, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ കാണാം, യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഔസഹുമാ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. യാ ഖുതുബ അഹ്ലിസ് സമാ, ആകാശത്തിന്റെ പ്രധാനിയായ ശൈഖേ, വൽ അർളി ഔസഹുമാ, ഭൂമിയുടെയും പ്രധാനിയായ ശൈഖേ, ഖുതുബായ ശൈഖേ, യാ ഫൈല ഐനൈ വുജൂദ്, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന ശൈഖേ, ദൈഹിം വഗൈസഹുമാ, അങ്ങനെ മഴ പെയ്യിപ്പിച്ച് ഭൂമിയിലൂടെ ഒഴുകുന്ന നദിയെ, പുഴയെ നിയന്ത്രിക്കുന്ന ശൈഖേ. ഏതാ ഈ ശൈഖ്? മുഹീദ്ദീൻ ശൈഖാണ്, ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശൈഖാണ്. ആ ഇവിടത്തെ ആകാശവും ഭൂമിയും മഴയും സമുദ്രവും പുഴകളും തോടുകളും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒഴുകുന്ന അരുവി, ചെറിയ ചാലുകളടക്കം അത് നിയന്ത്രിക്കുന്നത് അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളാണ് എന്ന് ആവർത്തിച്ച് മാലകളിലൂടെ കാണാം. എന്നാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ്, പടച്ച റബ്ബ് തന്നെയാണ് വാനലോകത്ത് നിന്ന് മഴയെന്ന് പറയുന്ന അനുഗ്രഹം നിങ്ങൾക്ക് ഇറക്കി നൽകുന്നതെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിനെതിരായി ഇത്തരം മാലകൾ, മൗലീദുകൾ ഈ രൂപത്തിൽ ഗദ്യങ്ങളിൽ, പദ്യങ്ങളിൽ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുകയും അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാൻ. മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ ഹാജിയരായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ പല ഹാജിയമാരുണ്ടാവും. അബൂജഹൽ ഒരു ഹാജിയരായിരുന്നു, അബൂലഹബ് ഹാജിയരായിരുന്നു, ഹജ്ജ് ചെയ്ത ആളുകളായിരുന്നു, അവർ കഅബയെ പ്രദക്ഷിണം ചെയ്ത ആളുകളായിരുന്നു. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കായി എന്ന വിഷയം നാം പഠിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരെ, സ്വാലിഹീങ്ങളെ വിളിക്കുന്ന ആളുകൾക്ക് ഏത് വിഷയത്തിലാണ് പിഴവ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിനേക്കാളും വലിയ അത്ഭുതം, ഇതേ രൂപത്തിൽ, അഥവാ ഒരു മുസൽമാൻ ഓരോ ദിവസവും നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിർബന്ധമായി ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മ, മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്നാണ് ഇതിന്റെ ചുരുക്കിയ ആശയം.
ഇത് അഥവാ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ഈ വിഷയം ഇത് മൊയ്തീൻ ശൈഖിനോട് ചേർത്താടാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരു സംവാദത്തിൽ ചില ആളുകൾ ചോദിച്ചു. ആ സമയത്ത് ഒരു മുസ്ലിയാരുടെ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ എന്റെ വിധി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അല്ലാഹുവോട് ചോദിക്കേണ്ടത് മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാലും ശിർക്കല്ല, അനുവദനീയമാണ്. ഈ കൂട്ടത്തിൽ ഈ രൂപത്തിൽ പറയാൻ ഒരു മുസ്ലിയാരുടെ നാവ് പൊങ്ങുന്നുവെങ്കിൽ നന്ദി ദാറുസലാം പഠിച്ചൊരു ദാരിമിയാണ്, ടി അബൂബക്കർ ദാരിമിയാണ്. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുന്ന ആളുകളുടെ ആദർശ രംഗത്തെ യുവപുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ആളാണ്. മൊയ്തീൻ ശൈഖ് തങ്ങളോട് അത് ചോദിച്ചാലും അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരു പ്രശ്നവുമില്ല, ചോദിക്കാം എന്നാ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നവരോട് ചോദിച്ചാൽ ഈ ആകാശഭൂമികളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിൽ അബൂജഹലിനോടും ഉത്തബയോടും ശൈബയോടും എല്ലാം ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് മക്കാ മുശ്രിക്കുകൾ പറയും. അവർ ഹജ്ജ് ചെയ്ത ആളുകളായിരുന്നു, മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. പിന്നെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കെ തന്നെ അവരിടയാളന്മാരാക്കി ലാത്തയെ ഉസ്സയെ മനാത്തയെ ലാത്തയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ കൈച്ചിലാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അബൂജഹൽ മുശ്രിക്കായത്. സ്വയം പര്യാപ്തമെന്ന വിശ്വാസമില്ലാതെ തേടിയാൽ ശിർക്കല്ല എങ്കിൽ അബൂജഹലിനെ മുശ്രിക്ക് നമുക്ക് വിളിക്കാൻ പറ്റൂല, ഉത്ബയെയും ശൈബയെയും മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല. അവർക്ക് വേറെ പേരിട്ട് വിളിക്കേണ്ടതാണ്. അവർ മുശ്രിക്കാവാനുണ്ടായ കാരണം എന്താണോ അതേ കാരണമാണ് ഇന്ന് സമൂഹത്തിൽ ആദർശമായി ഇവിടെ സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മക്കാ മുശ്രിക്കുകളോട് നിങ്ങൾ എന്തിനാണ് ലാത്തയെയും ഉസ്സയെയും എല്ലാം അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ അടയാളന്മാരാക്കുന്നതെന്നാണ്. ഇതേ വാദം പോലും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. അമ്പലക്കടവിലുണ്ട് ഒരു ഫൈസി, അദ്ദേഹം പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നത് ഒരു കുട്ടിയുടെ മുസ്ലിയാർ കുട്ടിയുടെ നിഷ്കളങ്കായ ചോദ്യം, അള്ളാഹിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് നമ്മൾ ഈ മൊയ്തീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും അമ്പർത്തങ്ങളെയും ഇമാമും അച്ഛനൊക്കെ നമ്മൾ എന്തിനാണ് അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ താരതമ്യം നമുക്കൊന്ന് കേൾക്കാം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അതൊരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു പെൻസിൽ കാറ് നമുക്ക് യാത്ര ചെയ്യുന്ന ഇസ്ലാമിന്റെ വിജയം കാണും അനുഭൂതിയാണ്. അതേസമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുഭൂതിയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലപ്രദമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുന്ന വിഷയം. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ അത് നമ്മളെ കട്ടപ്പുറത്ത് ഇങ്ങനെ ആവിട്ട് പോണ KSRTC പോലെയാണ്. ചിലപ്പോൾ അവിടെ എത്താം, അല്ലെങ്കിൽ വൈക്ക് അവിടെ നിന്ന് പോവാം. പക്ഷേ മൊയ്തീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, മുനമ്പത്ത ബീബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ തേടിയാൽ, ഈ ഇടയിൽ പ്രാർത്ഥനയുടെ ഇടയിൽ പൂള് വെച്ച് തേടിയാൽ അത് ബെൻസ് കാർ പോലെയാണ്, പെട്ടെന്ന് അവിടെ എത്തും. ബെൻസ് കാർ പോലെയാണ്. അള്ളാഹുവിനോട് തേടുന്നത് KSRTC പോലെയും ഇടയാളന്മാരെ വെച്ച് തേടിയാൽ
അത് ഏറ്റവും നല്ല ബെൻസ് കാറ് പോലെയുമാണെന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു സംഘടന 100ാം വാർഷികം ആഘോഷിക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മക്കയിൽ മക്ക മുശ്രിക്കുകൾ വിളിച്ചിരുന്ന ലാത്ത, ആ ലാത്ത അതാ മക്ക മുശ്രിക്കുകൾ അതേ വിശ്വാസം, ലാത്ത അള്ളാഹുവിന്റെ അടിമയാണ്, വലിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ലാത്തയോട് തേടിയത്. ഇനി അങ്ങനെ തേടിയ എന്താ മുസ്ലിയാരുടെ അഭിപ്രായം എന്നൊരു ചോദ്യത്തിന് ഒരു മുസ്ലിയാരുടെ അഭിപ്രായം കേട്ടു. صدقا توقفت الحياة وما لها സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം.